ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. അന്വേഷണം കാര്യക്ഷമമാക്കാമെന്ന് കുടുംബത്തിന് കേരള പോലീസിന്റെ ഉറപ്പ്. കേസന്വേഷണം രാഷ്ട്രീയായുധമാക്കാൻ ഉറച്ച് UDFും BJPയും. നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ മാനസികാവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും പങ്കുവെക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി സംശയിക്കുന്നതായും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം CBIക്ക് കൈമാറാതിരിക്കുകയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ അന്വേഷണം തുടരുകയും ചെയ്യണമെന്നത് സംസ്ഥാന സർക്കാരിന്റെയും CPMന്റെയും ആവശ്യമാണ്. വീട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് അന്വേഷണം CBI ഏറ്റെടുത്താൽ അത് CPMനെതിരായ രാഷ്ട്രീയ ആയുധമായി മാറുമെന്നത് ഉറപ്പാണ്. ആരോപണ വിധേയരായ PP ദിവ്യ അടക്കമുള്ളവരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വഴിവിട്ട് സംരക്ഷിക്കുകയാണെന്ന ആരോപണം ഇപ്പോൾ തന്നെ UDFും BJPയും ശക്തമായി ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അരിയിൽ ഷുക്കൂർ അടക്കമുള്ള കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് നടക്കുന്ന CBI അന്വേഷണം വലിയ തോതിലാണ് കണ്ണൂരിലെ CPM നേതാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. CBI ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി പകവീട്ടുകയാണെന്ന ആരോപണവും വളരെ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യ കൂടി CBI ഏറ്റെടുത്താൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുക CPM നേതൃത്വത്തിന് തന്നെയായിരിക്കും. അത് തിരിച്ചറിഞ്ഞാണ് ഏതു വിധേനയും CBI അന്വേഷണം തടയാനുള്ള നീക്കങ്ങൾ ഇടതു കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തുമെന്ന് ഉറപ്പു നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നതിലെ രാഷ്ട്രീയ അടിയൊഴുക്കും ഇതുതന്നെയാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും ആ വിധത്തിലൊരു സമീപനം കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. മഞ്ജുഷ കോടതിയിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതുവരെ പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി എടുത്തതേയില്ല. ഈ സാഹചര്യവും കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. കേരള പോലീസ് ശ്രമിക്കുന്നത് ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന വികാരം നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ ഇതുവഴി ബോധ്യമാവുകയും ചെയ്തു. തുടർന്നാണ് അന്വേഷണം CBIക്ക് കൈമാറണമെന്ന ചർച്ച അവർക്കിടയിൽ സജീവമായത്. ഈ ആശങ്ക കൂടി നീതിപീഠത്തെ അറിയിച്ചാലുണ്ടാകുന്ന വിഷമതകൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് അന്വേഷണ നടപടികൾ ഊർജിതമാക്കാൻ അന്വേഷണ സംഘത്തോട് മുകളിൽ നിന്നും ഉത്തരവ് വന്നത്. മഞ്ജുഷ കോടതിയെ വസ്തുതകൾ ധരിപ്പിച്ചതിന് ശേഷമാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മലയാലപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു ഈ നടപടി. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് CBI വരാതിരിക്കാനുള്ള മുന്നൊരുക്കമാണ് ആഭ്യന്തര വകുപ്പ് നടത്തുന്നതെന്നത് വ്യക്തം. അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ രീതികൾ അവലംബിച്ച് തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കളക്ടർ നൽകിയ വിശദീകരണത്തിൽ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിന്നിട്ടും അതിനെക്കുറിച്ചും ശക്തമായ അന്വേഷണങ്ങൾ ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണ്? ആത്മഹത്യയാണ് മരണകാരണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ നിലപാട് കൈക്കൊള്ളാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഉന്നതതല രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് ഇതിന് കാരണമെന്നത് പകൽ പോലെ വ്യക്തവുമാണ്. ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നതും കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വന്നതും പാർട്ടി നടപടി നേരിടേണ്ടി വന്നതും മാത്രമാണ് കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാനായി പാർട്ടി നേതൃത്വത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടർ അരുൺ K. വിജയന്റെ ചെയ്തികളിലെല്ലാം വലിയ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന വികാരമാണ് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾക്കുള്ളത്. കളക്ടർ നൽകിയ മൊഴികളാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന പരോക്ഷ സൂചനകൾ തന്നെയാണ് കളക്ടറുടെ മൊഴികളിലുള്ളത്. തനിക്ക് തെറ്റുപറ്റിയതായി ADM പറഞ്ഞതായി കളക്ടർ നൽകിയ മൊഴി വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്.
പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് കളക്ടർ വരേണ്ടതില്ല എന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചതിൽ പോലും ദുരൂഹതകളേറെയാണ്. എന്നാൽ ഈ വിധം അതിശക്തമായ അടിയൊഴുക്കുകൾ പോലും അന്വേഷണ വിധേയമാക്കാൻ കേരള പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേസന്വേഷണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലേക്ക് സംസ്ഥാന സർക്കാർ മാറിയത്. CBI എന്ന ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബം ഉയർത്താതിരിക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്താൻ UDF-ഉം BJP-യും തയ്യാറെടുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയാൽ CBI അന്വേഷണം എന്ന ആവശ്യം ശക്തമായി ഉയർത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.